പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശാലേം വാർത്താ മീഡിയ എന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ വേദോപദേശം എന്ന ദൈവവചന പഠന പരമ്പരയിൽ ഈ പ്രാരംഭ ക്ലാസ്സിലായിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്തൃദാസൻ ക്ലെമന്റിന് നന്ദി അറിയിക്കുകയാണ്. ദാസനെ കർത്താവ് ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ ദൈവവചന പഠനത്തിലൂടെ സ്നാനം, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ജലസ്നാനം, ഏകദൈവ വിശ്വാസം, അന്യഭാഷ അടയാളത്തിലുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, രോഗശാന്തി, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് ലഘുവായ നിലയിൽ ചർച്ച ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാരംഭ ക്ലാസ് എന്ന നിലയിൽ സ്നാനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ജലസ്നാനം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. ഈ നാളുകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഉപദേശമാണ് സ്നാനം. പ്രത്യേകിച്ച് സ്നാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണോ എന്നുള്ളത് ക്രൈസ്തവ ലോകത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഉപദേശങ്ങളാണ്, സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച്. ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗങ്ങളിൽ ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും പ്രാരംഭ സമയങ്ങളിൽ സ്നാനത്തെക്കുറിച്ച് ഒന്നുകൂടെ വാക്കുകൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. സ്നാനം എന്നത് ബാപ്റ്റിസ്മോ എന്ന മൂലപദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇംഗ്ലീഷിൽ അതിന് ബാപ്റ്റിസം എന്ന് പറയും. മലയാളത്തിൽ മുക്കുക, ആഴ്ത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മുക്കുക, ആഴ്ത്തുക. ഒരു വ്യക്തി ജലത്തിൽ മുങ്ങി സ്നാനമേൽക്കുക, ജലത്തിലേക്ക് ആഴ്ത്തപ്പെടുക എന്നുള്ള അർത്ഥമാണ് അതിന് നൽകിയിട്ടുള്ളത്. വിശുദ്ധ തിരുവെഴുത്തിൽ, വേദപുസ്തകത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ദൈവസഭയ്ക്ക് സ്വർഗസ്ഥനായ ദൈവം വെച്ചിട്ടുള്ള വലിയൊരു ഉപദേശ വിഷയമാണ് സ്നാനം എന്നുള്ളത്. വേദപുസ്തകത്തിൻ്റെ തുടർച്ചയായി അതിൻ്റെ വചനഭാഗങ്ങൾ പഠിച്ചാൽ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് കാണുവാൻ സാധിക്കുകയാണ്. സ്നാനത്തിൻ്റെ പ്രാധാന്യത അത്ര വലുതാണ്. പുതിയ നിയമത്തിൽ 3 തരത്തിലുള്ള സ്നാനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. 1, മാനസാന്തര സ്നാനം. 2, വിശ്വാസത്താലുള്ള, വിശ്വസിക്കുന്നവർക്കുള്ള സ്നാനം. 3, പരിശുദ്ധാത്മ സ്നാനം. പെട്ടെന്ന് അത് പറഞ്ഞു പോകാം. മാനസാന്തര സ്നാനം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനാൽ ഉപദേശിക്കപ്പെട്ടതാണ്. മശയ്ക്ക് വഴിയൊരുക്കാൻ വന്നവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു വിഷയമുണ്ടായിരുന്നു. അതാണ് മാനസാന്തരം. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ യഹോവയിലേക്ക് തിരുവാനുള്ള, ദൈവത്തെങ്കിലേക്ക് തിരുവാനുള്ള ആഹ്വാനം നൽകുകയാണ്. അപ്പോൾ അതുവരെ അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കുക, ഏറ്റുപറയുക. പശ്ചാത്തപിക്കാതെ, മാനസാന്തരപ്പെടാതെ ഇരുന്നാൽ വലിയൊരു ന്യായവിധി വരുന്നു എന്നുള്ള സന്ദേശം യോഹന്നാൻ നൽകുകയാണ്. അനേകം പേർ യോർദാനിലേക്ക് കടന്നു വന്ന് യോഹന്നാൻ സ്നാനമേൽക്കുവാനിടയായി. അതിനെയാണ് നമ്മൾ മാനസാന്തര സ്നാനം പറയുന്നത്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് മറ്റൊരു സ്നാനത്തെ കാണുവാൻ സാധിക്കുന്നത് വിശ്വാസ സ്നാനമാണ്. അത് കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചതും അപ്പോസ്തലന്മാർ നടപടിയിലേക്ക് കൊണ്ടുവന്നതുമായ സ്നാനമാണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചതും അപ്പോസ്തലന്മാർ നടപടിയിലേക്ക് കൊണ്ടുവന്നതായ സ്നാനമാണ്. കുഞ്ഞുങ്ങളുടെ സ്നാനമല്ലത്, വിശ്വാസ സ്നാനം. 3ാമത്തെ ഒരു സ്നാനത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനമാണ്. പരിശുദ്ധാത്മ സ്നാനം. യോഹന്നാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മാത്രം സ്നാനം കഴിപ്പിക്കുകയാണ്, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട്, തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുക. അതിനെക്കുറിച്ച് ഞാൻ അവസാന ക്ലാസ്സുകളിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം.
യോഹന്നാൻ സ്നാനം, ദൈവസഭയുടെ വിശ്വാസത്താലുള്ള സ്നാനം, യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മ സ്നാനം. ഈ 3 സ്നാനങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്നാനത്തിൻ്റെ പ്രാധാന്യത ഒന്നിൻ്റെ വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്നാനം ഇത്ര പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അക്രൈസ്തവരായിട്ടുള്ള, ഹൈന്ദവരായിട്ടുള്ള, ഇസ്ലാമിയരായിട്ടുള്ള അല്ലെ മറ്റ് മതത്തിലുള്ളവർ ചിന്തിക്കും, ക്രിസ്ത്യാനികൾക്ക് ഈ സ്നാനം ഇത്ര പ്രധാനപ്പെട്ടതാണോ, എന്താണ് ഇത്ര സ്നാനത്തിൻ്റെ പ്രാധാന്യത എന്നൊരു പക്ഷേ ചിന്തിച്ചു പോയത്. എന്നാൽ ഞങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ച് സ്നാനം വളരെ വിലപ്പെട്ടതാണ്. സ്നാനത്തിൻ്റെ ആ പ്രാധാന്യത എന്ന് പറയുന്നത്, സ്നാനം ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുവാനുള്ള കാരണം, വേദപുസ്തകം അതിനെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ലൂക്കോസ് 7:30 വായിക്കുമ്പോൾ, പരീശന്മാരും ശാസ്ത്രിമാരും സ്നാനം ഏൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന വൃഥാവാക്കി കളഞ്ഞു. പരീശന്മാരും ശാസ്ത്രിമാരും സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന വൃഥാവാക്കി കളഞ്ഞു. ദൈവത്തിൻ്റെ ആലോചന. അപ്പം സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലോചനയാണ്. ഈ ആകാശവും ഭൂമിയും സകല പ്രപഞ്ചങ്ങളും നിർമ്മിച്ച സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു ആലോചനയാണ് സ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നാനം ക്രൈസ്തവർക്ക് മാത്രമായിട്ടുള്ളതല്ല, സകല മനുഷ്യർക്കും ഉള്ള ഒരു ദൈവിക ആലോചനയാണ് സ്നാനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആലോചന. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ പ്രാധാന്യത കൊടുക്കുന്നത്. സ്നാനക്കടവിൽ ഞങ്ങൾ പ്രസംഗിക്കാറുള്ളത്, സ്നാനമേൽക്കാത്തവരെ ഞങ്ങൾ സ്നാനം ഏൽപ്പിക്കുന്നത്, സ്നാനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം ദൈവത്തിൻ്റെ ആലോചനയായതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളത് തുടരുകയാണ്. യോഹന്നാൻ 1:33 വായിക്കുമ്പോൾ, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചവൻ എന്നോട് എന്ന് വായിക്കുന്നു. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചവൻ എന്നോട്. അപ്പോൾ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചവൻ എന്നോട് യോഹന്നാൻ പറയുകയാണ്. അപ്പോൾ യോഹന്നാനെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ ഒരുവൻ കൽപ്പിച്ചു. ആരാണ്? യഹോവയായ ദൈവം. അപ്പോൾ പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലോചനയാണ് സ്നാനം, ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്താൽ സ്ഥാപിതമാണ്. അപ്പോൾ സ്നാനം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്നാനപ്പെടുത്തുമ്പോൾ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, പെന്തക്കോസ്തുകാർ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ ദൈവത്താൽ സ്ഥാപിതമാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ആലോചനയാണ്. ദൈവം നൽകുന്ന ഒരു ആലോചന അത് ഏറ്റവും വിലപ്പെട്ടതായിരിക്കും. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു കർമ്മം അത് വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഒഴിച്ചുകൂടാതെ ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന, സഭയിലേക്ക് കടന്നു വരുന്ന ഓരോ ദൈവമക്കളെയും സ്നാനപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ആലോചന അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സ്നാനപ്പെടുത്തില്ലായിരുന്നു. ദൈവത്താൽ സ്ഥാപിതമല്ലാതിരുന്നെങ്കിൽ ഞങ്ങൾ അതിന് പ്രാധാന്യത കൊടുക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് സ്നാനം ഒരിക്കലും ഒഴിച്ചുകൂടാത്ത ഒരു വസ്തുതയാണ്. മത്തായി 28:18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളെ നിങ്ങളോട് കൂടിയുണ്ട്. രക്ഷിതാവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് അവൻ തൻ്റെ ശിഷ്യന്മാരെ തന്നോട് കൂടെയിരിക്കാൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ അടുക്കൽ അവരോട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. അപ്പോൾ യേശു, ഞങ്ങളുടെ രക്ഷകനായ യേശു കൽപ്പിച്ചിട്ടുള്ളൊരു കൽപ്പനയാണിത്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും സ്നാനപ്പെടുത്തുന്നതും. അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവിൻ്റെ വരവോളം ദൈവസഭയുടെ അംഗമായിത്തീരുന്ന ഓരോ വ്യക്തികളും സ്നാനപ്പെട്ടേ പറ്റൂ. കാരണം ഇത് ദൈവത്താൽ സ്ഥാപിതമാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്, യേശു ക്രിസ്തുവിൻ്റെ മഹത്തായ കൽപ്പനയാണ്. അതുകൊണ്ട് സ്നാനം ഒരു വ്യക്തിയും ഒഴിവാക്കുവാൻ പാടുള്ളതല്ല. ദൈവരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, സത്യദൈവത്തെ യഥാർത്ഥമായി നേരിൽ കണ്ടവനെ മുഖാമുഖമായി ആരാധിക്കണം, അവനോടുകൂടെ നിത്യത ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ദൈവത്തിനും ദൈവത്തിൻ്റെ ആലോചനയെ വൃഥാവാക്കരുത്. ദൈവത്താൽ സ്ഥാപിതമായ സ്നാനം അഗണ്യമായി ചിന്തിക്കരുത്. യേശുക്രിസ്തുവിൻ്റെ മഹത്തായ കൽപ്പനയെ തിരസ്കരിക്കുവാൻ പാടുള്ളതല്ല. തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ മഹത്തായ കൽപ്പനയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല.
നമുക്ക് അതറിവുള്ള ഭാഗങ്ങളാണ്. ഇനി സ്നാനം എപ്പോഴാണ്? സ്നാനത്തെക്കുറിച്ച് എപ്പോഴാണ് നടത്തേണ്ടത്? ചിലരെ സംബന്ധിച്ച് സ്നാനം അവർ നടത്തുന്നത് കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ സ്നാനം നടത്താറുണ്ട്. അങ്ങനെ വേണം എന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. ചിലരുടെ സ്നാന സമയം എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ സമയത്ത് ഒരു സ്നാനം. ചിലർ സഭയിലൊന്ന് ചേർന്ന് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ സ്നാനപ്പെടാറുണ്ട്. ചിലർ പാസ്റ്റർ നിർബന്ധിക്കുമ്പോൾ സ്നാനപ്പെടാറുണ്ട്. ചിലർ മാതാപിതാക്കൾ പറയും, മോനെ സ്നാനപ്പെടാനുള്ള സമയമായതുകൊണ്ട് സ്നാനപ്പെടണം എന്ന് പറയും. ആ സമയത്ത് സ്നാനപ്പെടാറുണ്ട്. സ്നാനം എപ്പോഴാണ് നടക്കേണ്ടത്? അപ്പം ഞാനീ പറഞ്ഞത് സ്വാഭാവികമായിട്ട് സ്നാനം നടക്കുന്ന സമയത്തെക്കുറിച്ചാണ്. പക്ഷേങ്കിൽ സ്നാനം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ സ്നാനം നടന്ന വേദഭാഗങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്നാനം എപ്പോഴാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇപ്പം എനിക്കിത് പറഞ്ഞു തരാൻ സാധിക്കില്ല, മറ്റു വാസന്മാർക്കൊന്നും പറഞ്ഞു തരാൻ സാധിക്കില്ല. നമ്മൾ പഠിക്കുന്നത് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ മുഴുവനായി പഠിക്കുക. സ്നാനം എന്ന വാക്ക് വേദപുസ്തകം നിരവധി പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. സ്നാനം നടത്തിയ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഭാഗങ്ങളുണ്ട്. അവയെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതാണ്. സമയവിസ്താര ഭയത്താൽ ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഒരു സ്നാനം നടന്നതായി കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു സ്നാനം നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒരു സ്നാനം നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ സ്നാനം നടന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ അവിടെ സ്നാനപ്പെട്ടവരൊക്കെ എപ്പോഴാണ് സ്നാനപ്പെട്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം വിശദീകരിച്ചാൽ സമയം കൂടി പോകും. അതുകൊണ്ട് ഒരു സമ്മറി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനഭാഗങ്ങൾ, ഈ പറയപ്പെട്ട വചനഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ സ്നാനം എപ്പോഴാണ് ചെയ്യേണ്ടത്? ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്നാനം എപ്പോൾ ഒരു വ്യക്തി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ വചനം കേൾക്കുമ്പോഴാണ്. വചനം കേൾക്കുമ്പോഴാണ് സ്നാനപ്പെടേണ്ടത്. ഈ പറയപ്പെട്ട റെഫറൻസുകളിൽ പറയപ്പെട്ട ദൈവവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വചനം ഏതെല്ലാം സമയങ്ങളിൽ കേട്ടിട്ടുണ്ടോ, പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ, അത് ചെവി കൊണ്ട് കേൾക്കപ്പെട്ടിട്ടുണ്ടോ, വചനം കേൾക്കുന്ന സമയത്ത് മാത്രമേ സ്നാനം നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, വചനം കേൾക്കുക ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കേൾവിയുണ്ട്. പക്ഷെ ആ കേൾവിയെക്കുറിച്ചല്ല. യഥാർത്ഥത്തിൽ ശരിയായ ഒരു സന്ദേശം, ക്രിസ്തുയേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു സന്ദേശം, ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യരൂപത്തിലായി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളൊരു സന്ദേശം, അതാണ് പ്രസംഗിക്കപ്പെട്ടത്. ഞാൻ പറയപ്പെട്ട വേദഭാഗമെല്ലാം പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം, ജീവിതം, അവൻ്റെ മരണം, ഇങ്ങനെയുള്ള യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന സന്ദേശം പ്രസംഗിക്കപ്പെട്ടെടുത്താണ് സ്നാനം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ സന്ദേശം കേൾക്കുന്ന രണ്ട് ചെവി ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ അതൊന്നും കേൾക്കാനുള്ള സാധ്യതയില്ല. ഒരു വിവാഹത്തിന് വേണ്ടി വരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് അവനാ വിവാഹം നടക്കണം, പെട്ടെന്ന് സ്നാനപ്പെട്ടു പോകണം, അത് മാത്രമേ ഉള്ളൂ, കേട്ടേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ജീവനും മരണത്തിനും ഇടയിൽ 3 ആണികളിൽ പിടയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ദാരുണ മരണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് കേൾക്കേണ്ടത്. മനുഷ്യൻ ആരും നീതിമാനില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ക്രൈസ്തവ മതം, ഇസ്ലാം മതം, അതുപോലെ ജൂതമതം, അതുപോലെ സൊറാസ്ട്രിയൻ മതം, ഹൈന്ദവ മതം, ജൈനമതമോ ബുദ്ധമതമോ ഏത് മതം എടുത്താലും അതിൻ്റെ ഉള്ളിൽ ഒരാശയമുണ്ട്. മനുഷ്യൻ പാപത്തിലാണ് ജനിക്കുന്നത്, മനുഷ്യൻ പാപത്തിലാണ് ചരിക്കുന്നത്, മനുഷ്യൻ പാപത്തിലാണ് മരിക്കുന്നത്. അപ്പം പാപത്തിന് പരിഹാരം ഉണ്ടായേ പറ്റും. വേദപുസ്തകം പാപത്തിന് പരിഹാരം പറയുന്ന പുസ്തകമാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ദൈവമായിരുന്നവൻ മനുഷ്യവേഷത്തിൽ ലോകത്തിൽ വന്നിട്ട് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നുള്ള സന്ദേശം, ആ സന്ദേശം വേണം കേൾക്കാൻ. ആ സന്ദേശം കേൾക്കണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ പ്രായം ആവശ്യമാണ്.
അതിനൊരുക്കപ്പെട്ട ഒരു ഹൃദയം ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും വേദപുസ്തകം മുഴുവൻ നമ്മൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വചനം പ്രസംഗിക്കപ്പെട്ടിട്ടാണ് സ്നാനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്നാനക്കടവിലേക്ക് വരുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് വചനം കേട്ടേ പറ്റൂ. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് കേട്ടേ പറ്റൂ. പാപമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ രക്തം ചിന്തിയ മരണത്തെക്കുറിച്ച് കേട്ടേ പറ്റൂ. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്കായി ഒഴുക്കപ്പെട്ട രക്തത്തിൻ്റെ വിലയെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ. യേശു ജീവനും മരണത്തിനും ഇടയിൽ പിടഞ്ഞു മരിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയേ പറ്റൂ. യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ ഏകരക്ഷകനാണെന്നുള്ള അവൻ്റെ മരണം മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പാണെന്നുള്ള സന്ദേശം ശരിയായി പ്രസംഗിക്കപ്പെടണം. അത് ശരിയായി കേൾക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് സ്നാനം നടന്നിട്ടുള്ളത്. പത്രോസ് ഒരു പ്രസംഗം നടത്തുമ്പോൾ തന്നെ നിങ്ങൾ കൊന്നവനും ക്രൂശിച്ചവനുമായ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എന്നുമാണ് പ്രസംഗിക്കുന്നത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുക വലിയൊരു പ്രസംഗമാണ് നടക്കുന്നത്. 2-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശമരി വലിയ ഒരു പ്രസംഗമാണ്, സുവിശേഷ പ്രസംഗമാണ് നടത്തുന്നത്. 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവൻ്റെ മരണത്തെക്കുറിച്ച് പീഡാസഹനത്തെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. 19 യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം. യേശുക്രിസ്തുവിൻ്റെ സന്ദേശം എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നു അവിടെല്ലാം സ്നാനം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകുക, സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനം ഏൽപ്പിക്കുക, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. ഈ സ്നാന ശുശ്രൂഷ ആരെങ്കിലും അഗണ്യമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ക്രൈസ്തവർ ചെയ്യുന്ന സ്നാനം, പെന്തക്കോസ്തുകാർ ചെയ്യുന്ന സ്നാനം, ഞങ്ങളൊക്കെ ചെയ്യുന്ന സ്നാനം ആരെങ്കിലും അഗണ്യമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നരകശിക്ഷാവിധിയാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വചനം പ്രസംഗിക്കപ്പെട്ടിട്ടാണ് സ്നാനം നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഭാഗങ്ങളെല്ലാം പരിശോധിച്ചാൽ വിശ്വാസം വളരെ ആവശ്യമാണ്. വിശ്വസിക്കുമ്പോഴാണ് സ്നാനം. മത്തായി മാർക്കോസ് 16:16 വായിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. അപ്പോൾ വിശ്വാസം വന്നെങ്കിൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ. വിശ്വസിക്കാത്തവരെ സ്നാനപ്പെടുത്തുവാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താത്തത്. അവർക്ക് കാരണം എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യേശു കാൽവറിയിൽ മരിച്ചു എന്നുള്ള വിശ്വാസം അവർക്കില്ല. കാരണം അതിനെക്കുറിച്ച് പരിജ്ഞാനം അവർക്കില്ല. അതുകൊണ്ടാണ് സ്നാനത്തിൻ്റെ അർത്ഥം തന്നെ ഞാൻ സൂചിപ്പിച്ചു, ആഴ്ത്തുക, മുക്കുക എന്നുള്ളതാണ്. ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്കായിരിക്കും, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ളൊരു വ്യക്തിക്കാണ് ഞാൻ പാപിയാണെന്ന് സ്വയം ചിന്തിക്കുവാൻ കഴിയുന്നത്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്കാണ് എനിക്ക് പാപത്തിന് പരിഹാരം ആവശ്യമാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നത്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായത്തിലേക്ക് വരുന്നൊരു വ്യക്തിക്ക് മാത്രമാണ് യേശു ഏകരക്ഷകനാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വിശ്വാസം എപ്പോഴാണോ വരുന്നത്, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനായ യേശു ക്രിസ്തു 3 ആണികളിൽ മരിക്കപ്പെട്ടത് എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് സ്നാനം കൊടുക്കാവൂ. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വചനം കേൾക്കുക, 2 വിശ്വസിക്കുക. കർത്താവേ, നീ എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തെ കഴുകിക്കളയുവാനാണ് നീ ലോകത്തിലേക്ക് വന്നത്, കാൽവരി ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നുള്ള പൂർണ്ണമായ വിശ്വാസം വരുമ്പോഴാണ് സ്നാനം ആവശ്യമായിട്ടുള്ളത്. 3-ാമത്തെ പോയിന്റ്, അപ്പോസ്തലർ 2:38, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും. മാനസാന്തരപ്പെടുക. അപ്പോൾ വചനം കേൾക്കുക, വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. ഇതുവരെയുള്ള തെറ്റുകളെക്കുറിച്ച് നമ്മൾ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. ഈ സ്നാനം നടന്ന ഭാഗങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്കങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ ബലഹീനതകളും കർത്താവേ ക്ഷമിക്കണമേ. എളിവൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് നീ കാൽവറിയിൽ മരിച്ചത്. 33 തിരുവയസ്സിന്റെ രക്തം എൻ്റെ പാപത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്, എൻ്റെ പാപത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് വായു കൊണ്ട് നമ്മൾ ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് വായു കൊണ്ട് ഏറ്റുപറയുമ്പോൾ അവിടെയാണ് സ്നാനം നടക്കുന്നത്. അതുകൊണ്ട് സ്നാനം ഇഷ്ടമുള്ള സമയത്ത്, വിശ്വാസമില്ലാത്ത സമയത്ത്, വിവാഹം കഴിക്കേണ്ട സമയത്ത്,
ഒരു സഭയോടൊന്ന് ചേർന്ന് കളയാമെന്നുള്ള സമയത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിലൊന്നുമല്ല സ്നാനം നടക്കേണ്ടത്. ഈ വേദപുസ്തക റെഫറൻസുകളെല്ലാം നമ്മൾ വ്യക്തമായി പഠിച്ചാൽ വചനം കേട്ട സമയങ്ങളിലാണ്, വിശ്വാസം വരുമ്പോഴാണ്, മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് സ്നാനം നടക്കുന്നത്. സ്തോത്രം. കാരാഗ്രഹ പ്രമാണി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്നാണ് പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നുള്ള സന്ദേശമാണ് അവിടെ നൽകുന്നത്. ശമരിയിൽ നടന്ന സ്നാനം, ദമസ്കോസിൽ പൗലോസിലെ സ്നാനം ഇതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഞാൻ ആ ഭാഗങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സ്നാനം വിലപ്പെട്ടതാണ്. സ്നാനത്തിൻ്റെ സമയത്തിന് പ്രാധാന്യതയുണ്ട്. ഇനി എന്തിനാണ് സ്നാനം? അതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദപഠനത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ അയവിറക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ 2-3 തരത്തിലുള്ള സ്നാനമുണ്ട്. ഒന്ന്, യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം. 2, യേശുക്രിസ്തുവിലുള്ള വിശ്വാസ സ്നാനം. 3, ഒരു ദൈവത്തിൽ പ്രാപിച്ചെടുക്കേണ്ട പരിശുദ്ധാത്മ സ്നാനം. സ്നാനത്തിൻ്റെ പ്രാധാന്യത ഞാൻ ഓർപ്പിച്ചു. ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്, യേശുവിൻ്റെ കൽപ്പനയാണ്, ദൈവത്താൽ സ്ഥാപിതമാണ്. അടുത്ത ഭാഗമായിട്ട് ഞാൻ ഓർപ്പിച്ച സ്നാനം എപ്പോഴും എന്നുള്ളതാണ്. വചനം കേൾക്കുമ്പോഴാണ്, വിശ്വസിക്കുമ്പോഴാണ്, മാനസാന്തരപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ആരെങ്കിലും സ്നാനപ്പെടുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്നാനത്തിൻ്റെ പ്രാധാന്യതയും സ്നാനത്തിൻ്റെ സമയമൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് ആ ദൈവിക വ്യവസ്ഥയെ, ദൈവത്താൽ സ്ഥാപിതമായ കർമ്മ ശുശ്രൂഷയെ, യേശുക്രിസ്തുവിൻ്റെ മഹത്തായ കൽപ്പനയെ നിങ്ങൾ ഉൾക്കൊള്ളണമില്ലെങ്കിൽ ദൈവരാജ്യം നമുക്ക് അകന്നിരിക്കും. ദൈവരാജ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുകയില്ല. ഒരു ഭാഗം കൂടെ ഓർപ്പിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് സ്നാനം? എന്തിനാണ് സ്നാനം? എന്തിനാണ് സ്നാനം? നമുക്ക് ഇതൊരു പ്രസംഗമല്ല, ദൈവവചന പഠനമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് സ്നാനം? ഒന്നാമത് ദൈവവചനം വായിച്ചാൽ ഗലാത്യലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. ക്രിസ്തുവിനോട് ചേരുവാനാണ്. നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഗലാത്യലേഖനം 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ. അപ്പം സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേരുകയാണ്. ക്രിസ്തുവിനോട് ചേരുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശത്തിൻ്റെ വളരെ പ്രാധാന്യത ഉൾക്കൊള്ളുന്നത്. ക്രിസ്തുവിനോട് ചേരുക. വേദപുസ്തകത്തിൽ ഇന്ന് വലിയ ആശയ സംവാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം 3 വ്യക്തികളാണ്. ദൈവം 3 വ്യക്തിത്വമാണ്. പിതാവ് ഒരു വ്യക്തി, പുത്രൻ ഒരു വ്യക്തി, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി. 3 വ്യക്തികളാണ്. എന്നാൽ നമുക്ക് യൂണിറ്റി ഉണ്ട്. അവരുടെ സെൻസിലൊക്കെ അവിടെ അവർക്ക് യൂണിറ്റി ഉണ്ടെന്ന് ത്രിയേകദൈവ വിശ്വാസികൾ പഠിപ്പിക്കുന്നുണ്ട്. ഏകദൈവ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഒരു ദൈവം, സൃഷ്ടിപ്പിൽ അവൻ പിതാവായി, രക്ഷകനായി വന്നതുകൊണ്ട് അവൻ പുത്രൻ എന്നും, ഇന്ന് സഭയിൽ അവൻ ശരീരത്തോടുകൂടെ ഇല്ലാത്തത് കൊണ്ട് അവൻ ആത്മാവായി ദൈവം ആത്മാവായി എന്നോട് പറയാം. സൃഷ്ടിപ്പിൽ അവൻ പിതാവായും രക്ഷകനായി ശരീരത്തോടുകൂടെ വെളിപ്പെട്ട് പുത്രനായും, ഇന്ന് ശരീരം കൂടാതെ
ആത്മരൂപേണ ആത്മാവായ ദൈവം ശരീരത്തോടുകൂടെ ഇപ്പോൾ ആത്മാവായി. ഇങ്ങനെ 3 റോളിൽ ആണ് ഞങ്ങളങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ത്രിയേകത വിശ്വാസികൾ വിശ്വസിക്കുന്നത് പിതാവായ ദൈവം ഒരു വ്യക്തിയാണ്, പുത്രനായ ദൈവം മറ്റൊരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ദൈവം മറ്റൊരു വ്യക്തിയാണ്. 3 വ്യക്തിത്വങ്ങളാണ്. പക്ഷെ അവയ്ക്ക് ഒരേ ഐക്യതയുണ്ട് സാരാംശത്തിൽ. അപ്പോൾ ഒന്നാണ്. സാരാംശത്തിലൊന്നാണെങ്കിലും 3 വ്യക്തികൾ ഇപ്പോഴും വ്യക്തികളാണ് അല്ലേ? സ്നാനത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണത് പറയുന്നത്. ഒരേ സാരാംശത്തിൽ 3 വ്യക്തികളുണ്ടെങ്കിൽ അത് 3 വ്യക്തികൾ തന്നെയാണ്. ഒരേ കളറുള്ള 3 ഓറഞ്ച്, ഒരേ തൂക്കമുള്ള ഒരേ ക്വാളിറ്റിയുള്ള 3 ഓറഞ്ച് തന്നെയാണ്. ഒരേ കമ്പനി ഇറക്കുന്ന 3 ബൈക്കുകൾ തന്നെയാണ്. ഒരുപോലെ ആയിരിക്കാം, ഒരു കമ്പനിയുടെ ആയിരിക്കാം. ഒരേ തരത്തിലുള്ള 3 കുടകൾ, അത് 3 കുടകളാണ്. യൂണിറ്റി ഉണ്ടാവാം, പക്ഷേ 3 വ്യക്തികൾ തന്നെയാണ്. ഞങ്ങൾ ഏകദൈവ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു ദൈവം സൃഷ്ടിപ്പിൽ അവൻ ആത്മാവായ പിതാവായ ഏകദൈവം അവനാണ് സൃഷ്ടിപ്പ് നടത്തിയത്. അവൻ ശരീരത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് പുത്രൻ എന്ന് നമുക്ക് കാണാവുന്നതുപോലെ വന്നതുകൊണ്ടാണ് പുത്രൻ എന്ന് അവൻ അറിയപ്പെടുന്നത്. ശരീരം അസ്ഥി മാംസമുള്ളവനായി വന്നു. അതുപോലെ ഇന്നവൻ ആത്മാവായിട്ട് വസിക്കുകയാണ്. ആത്മാവായ ദൈവം ആത്മാവായി വസിക്കുകയാണ്. ഞങ്ങൾ ഒരു ദൈവത്തിന് 3 റോളുകളാണ് ഏകദൈവ വിശ്വാസികൾ പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പ്രാധാന്യത, തൃത്വവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് രണ്ടാമത്തെ റോളിലുള്ള പുത്രനായ വ്യക്തിത്വം, പുത്രനായ ദൈവം. ഞങ്ങളെ സംബന്ധിച്ച് രണ്ടാമത്തെ റോള് പുത്രത്വം. ഇനി എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ഈ രണ്ടാമത്തെ റോൾ, അല്ലെങ്കിൽ നിങ്ങൾ തൃത്വവിശ്വാസികളുടെ ഭാഷയിൽ രണ്ടാമത്തെ പുത്രത്വം, അല്ലെ ഏകദൈവ വിശ്വാസികളുടെ ഭാഷയിൽ രണ്ടാമത്തെ റോള്, ഇവിടെയാണ് സ്നാനം ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ റോളിൽ പിതാവായ ദൈവം സ്നാനം കൽപ്പിക്കുകയാണ്. ആ ദൈവത്താൽ സ്ഥാപിതമാണ്. എന്നാൽ ആ ദൈവം തന്നെ മനുഷ്യനായ ലോകത്തിലേക്ക് വരുമ്പോൾ പുത്രൻ എന്നറിയപ്പെടുകയാണ്. ആ പുത്രത്വത്തിലാണ് സ്നാനം ലിങ്ക് ചെയ്തിരിക്കുന്നത്. കാരണം പുത്രനാണ് ജനിക്കുകയും പുത്രനാണ് നമുക്ക് വേണ്ടി ജീവിക്കുകയും പുത്രനാണ് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുകയും ചെയ്തത്, അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നത്. പുത്രനാണ്, പിതാവല്ല. ഒന്നാമത്തെ റോളല്ല. രണ്ടാമത്തെ റോളിലാണ്. ആ ശരീരമാണ് നമുക്ക് വേണ്ടി ജനിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും രക്തമൂറ്റിത്തരികയും 3 ആണുകൾ തൂങ്ങപ്പെടുകയും ചെയ്തത്, അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് ആ ശരീരമാണ്, പുത്രത്വമാണ്. നിങ്ങളുടെ ഭാഷ, തത്വക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, തത്വവിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, രണ്ടാമത്തെ വ്യക്തിയാണ്, അല്ല പുത്രനാണ് നമുക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ട് സ്നാനം ലിങ്ക് ചെയ്തിരിക്കുന്നത്, സ്നാനം ബന്ധപ്പെട്ടിരിക്കുന്നത് പുത്രനുമായിട്ടാണ്. അതുകൊണ്ട് അത് നമുക്ക് അത് വിശദീകരിക്കേണ്ടത് ആവശ്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം. അല്ല, സെക്കൻഡ് റോളിലാണ് സ്നാനം, ക്രിസ്തുവിനോടാണ് ചേരുക. അവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്നാനമെന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ചേരലാണ്. ക്രിസ്തു ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ആ സുവിശേഷത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. അവിടെ പിതാവിന് പ്രാധാന്യതയുണ്ട്, പിതാവിന് സ്ഥാപിതമാണെന്ന് മാത്രമേ, പിതാവുമായിട്ടുള്ള ബന്ധമല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനോടാണ് ചേരുന്ന സ്നാനം. ഗലാത്യർ 3:27 രണ്ടാമത്തെ പോയിന്റ്, ക്രിസ്തുവിനെ ധരിക്കുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്നാനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്, സെക്കൻഡ് റോളിനെ ധരിക്കുകയാണ്. നിങ്ങളുടെ ഭാഷയിൽ രണ്ടാമത്തെ വ്യക്തിയെ ധരിക്കുകയാണ്. പിതാവും പരിശുദ്ധാത്മാവും, അത് ഏകദൈവത്തിൻ്റെ മറ്റ് 2 റോളുകൾ മാത്രമാണ്. പക്ഷെ സ്നാനം അടങ്ങിയിരിക്കുന്നത്, സ്നാനം യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിതാവിന് ഈ സ്നാനത്തിന് ഞങ്ങൾ പ്രാധാന്യത കൊടുക്കാതെ, നാമത്തിന് പ്രാധാന്യം കൊടുക്കും. പിതാവിൻ്റെ നാമം തന്നെയാണ് ക്രിസ്തുവിൽ ഉള്ളതുകൊണ്ട് ആ നാമത്തിന് പ്രാധാന്യത കൊടുക്കുന്നുണ്ട്. പക്ഷേ പിതാവിന് ഞങ്ങൾ സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട്, കാരണം സ്നാനം ക്രിസ്തുവിലാണ്, സെക്കൻഡ് റോളിലാണ്. നിങ്ങളുടെ ഭാഷയിൽ അത് രണ്ടാമത്തെ വ്യക്തിത്വത്തിലാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ധരിക്കലാണ്. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലാതെ സ്നാനമില്ലെന്ന്
ചിന്തിക്കുന്നവരുണ്ട്. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമെന്ന് പറയുമ്പോൾ ആ നാമമാണ് എടുക്കുന്നത് അവിടെ. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ധരിക്കുകയാണ്. 3:27 സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കാരണം ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ജനിച്ചത്, ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്, ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് ദൈവത്തിന് ജനിക്കാൻ സാധിക്കുമോ? പുത്രത്വമാണ് ജനിക്കുന്നത്. ദൈവത്തിന് മരിക്കാൻ സാധിക്കുമോ? പുത്രത്വമാണ് മരിക്കുന്നത്. ദൈവത്തിന് അടക്കപ്പെടാൻ സാധിക്കുമോ? പുത്രത്വമാണ് നമുക്ക് വേണ്ടി അടക്കപ്പെടുന്നത്. ദൈവത്തിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ദൈവത്തിന് എങ്ങനെ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമോ? പുത്രത്വമാണ് നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുത്രത്വവുമായി ബന്ധപ്പെട്ടാണ് സ്നാനം നൽകുന്നത്. അതുകൊണ്ട് പിതാവും പരിശുദ്ധാത്മാവിനെ കൂടെ ബന്ധിച്ച് സ്നാനമുള്ളൂ എന്ന് ചിന്തിച്ചു പോകരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഒരാളായി തികയാനാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളികളാകുവാൻ. റോമർ 6:3 സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ കുഴിച്ചിടപ്പെട്ടു. സ്നാനമേറ്റിരിക്കുന്നവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായ സ്നാനത്താൽ കുഴിച്ചിടപ്പെട്ടു. അവൻ്റെ മരണത്താൽ, ആരുടെ മരണത്താൽ? ക്രിസ്തുവിൻ്റെ മരണത്താൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. ഇവിടെ എന്തിനാണ് പിതാവിനെ ബന്ധിക്കുന്നത്? സ്നാനമെന്ന് പറഞ്ഞ ഒരു മരണമാണ്. സ്നാനമെന്ന് പറഞ്ഞ ഒരു മരണത്തോടുള്ള ഏകീഭാവമാണ്. പിതാവ് നമുക്ക് വേണ്ടി മരിച്ചോ? മൂന്നാമത്തെ വ്യക്തിത്വം പരിശുദ്ധാത്മാവ് മരിച്ചോ? മരിച്ചെങ്കിൽ അതുകൂടെ നമ്മൾ ചേർത്ത് അങ്ങനെയുള്ള സ്നാനം നടത്തണം? ഒരിക്കലുമില്ല. പുത്രത്വം അല്ലെങ്കിൽ പുത്രനാണ് നമുക്ക് വേണ്ടി മരിച്ചത്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. അതുകൊണ്ടാണ് സ്നാനം നടന്ന ഇടത്തെല്ലാം യേശുക്രിസ്തു എന്ന ആ പുത്രത്വത്തെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പുത്രത്വം. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. യേശുക്രിസ്തുവിൻ്റെ പിതാവ് തൃത്വ സ്നേഹിതനായിരിക്കുന്ന എൻ്റെ ദൈവമക്കൾ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. പിതാവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ? സ്നാനം പിതാവിൻ്റെ നാമത്തിൽ ഏൽക്കുക. പിതാവ് മരിച്ചോ? ക്രിസ്തുവിൻ്റെ മരണത്തിലാണ് പങ്കാളികളാകുവാൻ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, യേശുവിൻ്റെ നാമത്തിലാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. പിതാവ് മരിച്ചു. ക്രിസ്തുവിൻ്റെ മരണത്തിൽ, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടത് പിതാവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ എന്ന് വേണമായിരുന്നു. പിതാവിൻ്റെ മരണത്തിൽ പങ്കാളി, അങ്ങനെയല്ല രേഖപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ മരണത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ എന്ന് രേഖപ്പെടുത്തണമായിരുന്നു. അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പങ്കാളികളാകുവാൻ അല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ മരണത്തിൽ. അപ്പോൾ ക്രിസ്തുവാണ് സ്നാനത്തിൻ്റെ റോൾ മോഡൽ എന്ന് വേണം പറയാം, അല്ലേ? ക്രിസ്തു തന്നെയാണ്. രണ്ടാമത്തെ റോളാണ്, രണ്ടാമത്തെ വ്യക്തിത്വമാണ് നിങ്ങളുടെ അതിലെ തൃത്വ വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. സ്നാനമേറ്റവരെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു. സ്നാനം കൊണ്ട് യേശുവിൻ്റെ മരണത്തിൽ പങ്കാളി. പിതാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാലേ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നാമത്തിൽ സ്നാനമേറ്റാലേ, ഇനി പുത്രൻ്റെ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാലേ എന്ന് പറയുമ്പോൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നും വേണം എന്നുള്ളതാണ് എല്ലാവരുടെ വിശ്വാസം. ഒരിക്കലും അങ്ങനെയല്ല. യേശുക്രിസ്തു എന്ന ഏകരക്ഷകൻ, പുത്രത്വം, ആ പുത്രത്വമാണ് നമുക്ക് വേണ്ടി ജനിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളിത്തമാണ് സ്നാനം. സത്യത്തിൽ മരണമാണ്. മരണം. ദൈവത്തിന് മരണമില്ല. പുത്രത്വത്തിന് മരണമുണ്ട്, ജനനമുണ്ട്, ആരംഭമുണ്ട്, അവസാനമുണ്ട്. പുത്രത്വം. ദൈവത്തിന് ആരംഭമില്ല, അവസാനമില്ല, ജനനമില്ല, മരണമില്ല. അതുകൊണ്ടാണ് യേശുനാമക്കാരായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്നാനം യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണെന്ന് പറയാനുള്ള കാരണം. നിരവധി കാരണങ്ങളുണ്ട്, അത് പിന്നീട് ഞാൻ പറയാം. നാലാമത്തത്, ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുക. റോമർ 6:4 സ്നാനം ഒരു കുഴിച്ചിടലാണ്. ക്രിസ്തുവിനോടുകൂടെ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. റോമർ 6:4 നാം അവനോടുകൂടെ. പിതാവ് കുഴിച്ചിടപ്പെട്ടോ? പിതാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാൻ. എൻ്റെ ലളിതമായൊരു ചോദ്യമാണ്. പിതാവ് കുഴിച്ചിടപ്പെട്ടോ? കുഴിച്ചിടിയില്ല സ്നാനം. പരിശുദ്ധാത്മാവ് കുഴിച്ചിടപ്പെട്ടോ? പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം ഞാൻ പിന്നീട് കൊടുക്കാം. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് കുഴിച്ചിടപ്പെട്ടോ?
പിതാവ് കുഴിച്ചിടപ്പെട്ടോ? പുത്രനാണ് കുഴിച്ചിടപ്പെട്ടത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ജലസ്നാനം. അത് കുഴിച്ചിടിലാണ് സ്നാനം. 5-ാമത്തെ പോയിന്റ്, റോമർ 6:5. ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി നാം ഏകീഭവിച്ചുവെങ്കിൽ അവൻ പുനരുത്ഥാനത്തിനോടുകൂടി നാം ഏകീഭവിക്കും. അപ്പം മരണത്തോടുള്ള ഏകീഭാവം മാത്രമല്ല, പുനരുത്ഥാനത്തോടുകൂടി ഏകീഭാവം കൂടിയാണ്. പുനരുത്ഥാനമാണ് സ്നാനം. പിതാവ് പുനരുത്ഥാനം ചെയ്തോ? പിതാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാം. പരിശുദ്ധാത്മാവ് പുനരുത്ഥാനം ചെയ്തോ? പരിശുദ്ധാത്മാവ് സ്നാനപ്പെടാം. യേശുവാണ് പുനരുത്ഥാനം ചെയ്തത്. സ്നാനം യേശുക്രിസ്തുവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്രോസ് സ്നാനപ്പെടുത്തിയത്, ഫിലിപ്പോസ് ശമരിയിൽ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തിയത്, പത്രോസ് കൊർന്നൊല്യോസിനെ മാളിക മുറിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. അതുകൊണ്ടാണ് പൗലോസ് എഫെസോസിലുള്ളവർ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്ന സ്നാനം യേശുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ റോളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പിതാവ് പുനരുത്ഥാനം ചെയ്തോ? പരിശുദ്ധാത്മാവ് പുനരുത്ഥാനം ചെയ്തോ? അതോ യേശുവാണ് പുനരുത്ഥാനം ചെയ്തത്? നമ്മൾ വ്യക്തമായിട്ടത് പഠിക്കണം. അപ്പോൾ സ്നാനം മരണമാണ്, സ്നാനം കുഴിച്ചിടിലാണ് അല്ലെങ്കിൽ അടക്കപ്പെടലാണ്, സ്നാനം പുനരുത്ഥാനമാണ്. ഇതെല്ലാം യേശുവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ അങ്ങനെയുള്ള സ്നാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ സ്നാനം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. സ്നാനം. റോമർ 6:3 നമ്മൾ വായിക്കുമ്പോൾ, റോമർ 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. 1 പത്രോസ് 3:21 സ്നാനം നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയാണ്. നാം ഇങ്ങനെ വായിക്കുന്നു, സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കഴുകിക്കളയുവാനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മെയും രക്ഷിക്കുന്നു. നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷ. 8-ാമത്തെ പോയിന്റ്, ദൈവസഭയുടെ അംഗമായി തീരുവാൻ. അപ്പോസ്തലർ 2:38 മുതൽ 47 വരെ വായിക്കുമ്പോൾ, നിങ്ങൾ മാനസാന്തപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അങ്ങനെ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ കർത്താവ് ദിനം പ്രതി രക്ഷിക്കപ്പെടുന്ന സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെ സ്നാനം നടന്ന ഇടത്തെല്ലാം നമ്മൾ പരിശോധിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ, ഈ വേദോപദേശം എന്ന ക്ലാസ്സിൽ അടുത്ത ദിവസം സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ അയവിറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3 തരത്തിലുള്ള സ്നാനം: മാനസാന്തര സ്നാനം, വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മ സ്നാനം. ബാപ്റ്റിസ്മോ എന്ന മൂലപദത്തിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്ക്, മുക്ക് ആഴ്ത്തി എന്നുള്ളതാണ്. സ്നാനത്തിൻ്റെ പ്രാധാന്യത, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്താൽ സ്ഥാപിതമാണ്, യേശുക്രിസ്തുവിൻ്റെ മുഖ്യ കൽപ്പനയാണ്. സ്നാനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ വചനം കേൾക്കുമ്പോഴാണ്, വിശ്വസിക്കുമ്പോഴാണ്. അതുപോലെ മാനസാന്തരപ്പെടുമ്പോഴാണ്. സ്നാനം എന്തിനാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനോട് ചേരുന്നതിനാണ്. സ്നാനം യേശുക്രിസ്തുവുമായി, പുത്രത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് പിതാവിനാൽ സ്ഥാപിതമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പുത്രത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് പിതാവിൻ്റെ നാമത്തിലോ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒക്കെ നാമത്തിലൊന്നുമല്ല. അത് യേശു അത് നാമം മാത്രം എടുക്കുന്നത്, അത് നാമം ഒന്നാണെന്ന് തെളിയിക്കാൻ യേശു അവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിതാവ് നമുക്ക് വേണ്ടി മരിച്ചില്ല, പിതാവ് നമുക്ക് വേണ്ടി അടക്കപ്പെട്ടില്ല, പിതാവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിട്ടില്ല, പിതാവ് പുനരുത്ഥാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെയാണ്. ഈ മനുഷ്യ ശരീരം പോലെ കാണപ്പെട്ട പുത്രത്വമാണ് ജനിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്യുന്നത്. ആ പുത്രത്വത്തിലാണ് സ്നാനം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സ്നാനം യേശു, അല്ലെങ്കിൽ നമ്മൾ കാണപ്പെട്ട ആ പുത്രത്വം യേശു, ആ യേശുവിലാണ് സ്നാനം. അതുകൊണ്ട് മരണത്തോട് പങ്കാളിയാകാനാണ്, കുഴിച്ചിടലാണ്, അത് പുനരുത്ഥാനമാണ്. അതുകൊണ്ട് സ്നാനം യേശുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, അടുത്ത ക്ലാസ്സിൽ അടുത്ത തിങ്കളാഴ്ച ഇതേ സമയത്ത്, ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതാണ്. ഇതുവരെയും കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.